മോർണിംഗിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റബിൾ ട്രേഡ് സ്റ്റോക്ക് മാർക്കറ്റിലൂടെ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, അത് WinTraderന്റെ ഇന്നത്തെ ലൈവ് പെർഫോമൻസിലൂടെ കാണിച്ചു തരാം. വെൽക്കം ബാക്ക് ടു WinTrader. ഞാൻ സീമ കൃഷ്ണ. ഇന്നത്തെ ലൈവ് വീഡിയോയിൽ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ മോർണിംഗിൽ തന്നെ ഒരു പ്രോഫിറ്റബിൾ ട്രേഡ് എടുക്കാനുള്ള എളുപ്പവഴിയായിട്ടാണ്. അതോടൊപ്പം കമോഡിറ്റി മാർക്കറ്റും ഫോറക്സ് മാർക്കറ്റിലും കാണിച്ചു തരാം. നമ്മുടെ സോഫ്റ്റ്വെയർ WinTrader എല്ലാ മാർക്കറ്റിലും സപ്പോർട്ട് ചെയ്യുന്നു. കറക്റ്റ് എൻട്രി, എക്സിറ്റ്, ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ്, ഏത് സ്റ്റോക്കിൽ എടുക്കണം, ഏത് സ്റ്റോക്കിൽ എടുത്താൽ ഇന്ന് പ്രോഫിറ്റ് കിട്ടും എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന സ്കാനറും നമുക്ക് ഈ 8 വെർഷൻ വിത്ത് 2 സ്കാനർ ഈ ഒരു ഫുൾ പാക്കിലൂടെ അവൈലബിൾ ആയിട്ട് കിട്ടും. 13 വർഷത്തിന് മേളിൽ, 13 ടോട്ടൽ 14 വർഷം കഴിഞ്ഞു. ഫ്രം 2009 നമ്മൾ ഫസ്റ്റ് വെർഷൻ റിലീസ് ചെയ്തത് മുതൽ ഇപ്പം നിൽക്കുന്ന വെർഷൻ വരെ, അതായത് ഇന്നത്തെ നിൽക്കുന്ന 8ാമത്തെ വെർഷൻ വരെ ടോട്ടൽ ഫുൾ പാക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഗൈഡൻസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കും. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നേരിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ കമ്പനിയിലേക്ക് വരണമെന്ന് വിസിറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ചേർത്തല KSRTC ബസ് സ്റ്റാൻഡ് എവിടെയാണ് നമ്മുടെ ഓഫീസ് വരുന്നത്, അപ്പോൾ അവിടേക്ക് ഡയറക്റ്റായിട്ട് വിസിറ്റ് ചെയ്യാം. നിങ്ങൾ കറക്റ്റായിട്ട് ഓഫീസിൽ വിസിറ്റ് ചെയ്ത് ഒരു ലൈവായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം എടുക്കാനുള്ള സൗകര്യം കൂടെ നമുക്ക് അവൈലബിൾ ആണ്. അതോടൊപ്പം ഓൺലൈനിൽ ചെക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഓൺലൈൻ ഡെമോയ്ക്ക് വേണ്ടി നിങ്ങൾ എന്നെ വിളിച്ചാൽ എൻ്റെ നമ്പർ നോട്ട് ചെയ്തോളൂ. 8139039994. ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അഡാനി പോർട്സിൻ്റെ ചാർട്ടാണ്. അതോടൊപ്പം ഞാൻ അഡാനി എൻ്റർപ്രൈസ് ഇന്ന് രാവിലെ തന്നെ ഇതിന് നല്ലൊരു ബൈ ട്രെൻഡ് ഉണ്ടായിരുന്നു. അതോടൊപ്പം ബജാജ് ഫിനാൻസിനും ഫിൻസർവിനൊക്കെ ബൈ ട്രെൻഡ് ഉണ്ടായിരുന്നു. അതേപോലെ ഭാരതി എയർടെൽ ഇതൊക്കെ ഒരു നല്ലൊരു ഹൈക്കിലേക്ക് മോർണിംഗിൽ തന്നെ പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആക്ച്വലി നോക്കി വരുമ്പോൾ ഈ മൊമെൻ്റ് ഒന്നും കാണത്തില്ല. പിന്നെ അതേപോലെ തന്നെ ഇവിടെ മെരിക്കോടെ അത് ആ ഷെയറും നല്ലൊരു ഹൈക്ക് പോയിട്ടുണ്ട്. ഇതേപോലെ ഞാൻ ഡെയിലി ഞാൻ നോക്കാത്തൊരു സ്റ്റോക്കാണ്. ഇതിനകത്ത് നല്ലൊരു ഒരു ബൈ ട്രെൻഡ്, അതായത് നല്ലൊരു ഹൈക്ക് ഇന്ന് പോയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതുപോലത്തെ സ്റ്റോക്കുകളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്നത് വളരെ സിമ്പിളാണ്. ഇപ്പം നമ്മൾ ചിലപ്പോൾ ഈ സ്റ്റോക്ക് നമ്മൾ നോക്കണം നിർബന്ധമില്ല. പക്ഷേ ഇന്ന് ബൈ ട്രെൻഡ്, നല്ലൊരു ബൈ ട്രെൻഡ് നമുക്ക് സോഫ്റ്റ്വെയർ സ്കാനറിൽ കറക്റ്റായിട്ട് സ്കാനർ മെൻഷൻ ചെയ്ത് കാണിച്ചിട്ടുണ്ടാവും. അതായത് നമ്മുടെ വാച്ച് ലിസ്റ്റ് നമ്മൾ ഈ ഒരു വോളിയം സ്റ്റോക്ക് എടുത്ത് ഒരു 75 സ്റ്റോക്ക് ആഡ് ചെയ്ത് വെക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഈ 75 സ്റ്റോക്കിൽ ഏതിന് ബൈ ട്രെൻഡ്, നല്ലൊരു ബൈ ട്രെൻഡ് വന്നിട്ടുണ്ടാലും സോഫ്റ്റ്വെയറിൻ്റെ സ്കാനറിൽ കളർ ചേഞ്ചോടുകൂടി കാണിച്ചു തരും. ഗ്രീൻ കളറാണെങ്കിൽ ബൈ ട്രെൻഡും, റെഡ് ആണെങ്കിൽ സെല്ലും, അതേപോലെ കളർ ചേഞ്ച്, എക്സ്ട്രാ കളേഴ്സ്, സൈഡ് വേസും. അതോടൊപ്പം ആരോ കൺഫർമേഷൻ നോക്കി നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് 3 ആരോ ഗ്രീനിൽ കാണിച്ചാൽ നല്ല ബൈ ട്രെൻഡാണ്, 3 ആരോ റെഡിലാണ് നല്ല സെൽ ട്രെൻഡാണ്. അപ്പം ഇങ്ങനെയാണ് സ്കാനർ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് ലൈവ് മാർക്കറ്റ് നിങ്ങൾ ചെക്ക് ചെയ്താൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് കംഫർട്ടബിലിറ്റി കിട്ടും. ലൈവ് മാർക്കറ്റിൽ, അതായത് മോർണിംഗിൽ ഒരു 9:15 തൊട്ട് 9:30 വരെ ഈ ഒരു വോളിയം സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ആക്ച്വലി നല്ലൊരു ബൈ ട്രെൻഡുള്ള സോഫ്റ്റ്വെയർ തന്നെ കാണിച്ചു തരും. അപ്പോൾ അത് നോക്കി പെട്ടെന്ന് തന്നെ ട്രേഡ് എടുത്ത് എക്സിക്യൂട്ട് ചെയ്യാനും നിങ്ങൾക്ക് പറ്റും, നല്ല പ്രോഫിറ്റബിളിലേക്ക് പോകാനും പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയറിൻ്റെ സ്കാനർ മോർണിംഗിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. ആ സ്കാനർ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം സ്കാനറിൽ പറയുന്ന പ്രകാരമുള്ള സ്റ്റോക്കുകൾ നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഹൈക്ക് നിങ്ങൾക്കുണ്ടാവും. ഓക്കെ, അപ്പോൾ അതോടൊപ്പം ഇന്നത്തെ അഡാനി പോർട്സ് എങ്ങനെയാണ് സോഫ്റ്റ്വെയർ ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ ഈ അഡാനി പോർട്സിൻ്റെ ചാർട്ടാണിത്. ഇപ്പോൾ നോക്കിയാൽ കാണാം, ഇത് റെഡ് കളർ ഡൗൺ ആരോ ആണ് സെൽ സിഗ്നൽ. അപ്പോൾ ഇതിനകത്ത് ഇവിടെ നിന്നാണ് അഡാനി പോർട്സിൻ്റെ ചാർട്ട് ഇന്ന് ഇവിടെ നിന്നാണ് ഓപ്പൺ ആയത്. രാവിലെ ഒരു ബൈ ട്രെൻഡ് ഉണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസത്തെ കണ്ടിന്യൂഷനാണ് പോയിരുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് ഇവിടെ ബ്രേക്ക് ഔട്ട് പോയിരുന്നു. അപ്രോക്സിമേറ്റ് 675 ബ്രേക്ക് ചെയ്തതിന് ശേഷം നേരെ 682 വരെ പോയിട്ടുണ്ട്. 7 പോയിന്റ്സ് രാവിലെ തന്നെ പ്രോഫിറ്റ് കിട്ടിയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയ സെല്ല് 12.40 തന്നത്. 12.40 തന്ന സമയത്ത് എൻട്രി പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ്. ഡീറ്റെയിൽസ് എല്ലാം മുകളിലും താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. 3 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് 4 പോയിന്റിനേക്കാളും കൂടുതൽ നമുക്ക് പ്രോഫിറ്റിലേക്ക് എത്തിയിട്ടുമുണ്ട്. ഓക്കെ, പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, ഒരു സിഗ്നൽ വന്നു കഴിഞ്ഞാൽ, അതായത് ഒരു സെല്ലാണെങ്കിലും ഒരു ബൈ ആണെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്രമാത്രം ചെക്ക് ചെയ്യുക. സോഫ്റ്റ്വെയർ പറഞ്ഞ പ്രകാരം സിഗ്നൽ അലേർട്ട് കിട്ടും. അതോടൊപ്പം അലേർട്ട് പ്രകാരം കൺഫർമേഷൻ, ക്യാൻഡിൽ കളർ, താഴത്തെ കൺഫർമേഷൻ ബാർ, പ്രൈസിൻ ബൈ സോൺ. സെല്ലാണെങ്കിൽ ക്യാൻഡിൽ കളർ റെഡിലേക്ക് പോകണം, താഴെ റെഡിലേക്ക് വരണം, സെൽ സോണും വരണം. ഈ ഒരു 3 ലെവലും നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് സിഗ്നൽ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 2 തരത്തിൽ നോക്കുകയാണെങ്കിൽ ബൈയിലും സെല്ലിലും ഇന്ന് 2 തരത്തിലും നമുക്ക് അഡാനി പോർട്സ് പ്രോഫിറ്റബിൾ തന്നിട്ടുണ്ട്. ഡെയിലി എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കാണിത്. അതേപോലെ അഡാനി എൻ്റർപ്രൈസും
എൻ്റർപ്രൈസും സെയിം ഇതേ മെത്തേഡായിരുന്നു. ഇന്നലെ വന്ന ബൈഡൻ്റെ കണ്ടിന്യൂവേഷൻ പോയിരുന്നു. മാർക്കറ്റ് നല്ലൊരു ഹൈക്ക് അപ്രോക്സിമേറ്റ് 1813 അവിടെ നമ്മൾ എടുത്തിരുന്നെങ്കിൽ നേരെ ഹൈക്ക് മാർക്കറ്റ് പോയിരിക്കുന്നത് 1912 വരെയാണ്. അത്രയ്ക്കൊരു ഹൈക്ക് മാർക്കറ്റ് അഡാനി എൻ്റർപ്രൈസ് തന്നിരുന്നു. അതേപോലെ തന്നെ സെൽസിക്കിൽ തന്നിട്ടുണ്ട്, പക്ഷേ സൈഡ് വേസ് ആയിരുന്നു. ബ്രേക്ക്ഔട്ട് തന്നതിന് ശേഷം മാർക്കറ്റ് അധികം ഇറങ്ങിയിട്ടില്ല. 3 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്, പക്ഷേ എന്നാലും കൺസോളിഡേഷൻ ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഷോർട്ട് ടാർഗറ്റിലേക്ക് എക്സിറ്റ് ചെയ്യാം. ചെറിയ പോയിന്റ് വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഒരു ബ്രേക്ക്ഔട്ട് ലെവൽ പിടിച്ചിട്ട് എടുത്ത ശേഷം അവിടെ നിന്നൊരു ചെറിയ പോയിന്റ് വെച്ചിട്ട് നമ്മൾ എക്സിറ്റ് അടിച്ചു വിടാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ബജാജ് ഫിനാൻസ് നോക്കി ഇതേപോലെ ഇന്നലെ ബൈഡൻ കണ്ടിന്യൂഷൻ പോയിട്ട് രാവിലെ തന്നെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് അടിച്ചടിച്ച് മാർക്കറ്റ് കയറി നല്ലൊരു ബൈഹേക്ക് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ കാണിക്കുന്ന സൈഡ് വേസ് ആണ്. ബ്രേക്ക്ഔട്ട് ചെയ്യണോ വേണ്ടി, അതായത് സപ്പോർട്ട് ഇതുവരെ ക്രോസ് ചെയ്തിട്ടില്ല. ഈ ബ്ലൂ കളർ സ്റ്റാറാണ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്താലേ താഴേക്ക് ഇറങ്ങത്തുള്ളൂ. ഓക്കെ, അതേപോലെ ഭാരതി എയർടെലും സെയിം ഇതേ മെത്തേഡായിരുന്നു. സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരുന്നു തന്നിരുന്നത്. രാവിലെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ ബൈയുടെ കണ്ടിന്യൂഷൻ പോയി ഇന്ന് മാർക്കറ്റ് ഓപ്പണായ ശേഷം മാർക്കറ്റ് തിരിച്ചു കയറി അവിടെ ഒരു സ്ട്രോങ് വലിയൊരു റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. വലിയൊരു സപ്പോർട്ടും റെസിസ്റ്റൻസും അവിടെ ഉണ്ട്. അത് നല്ല റെസിസ്റ്റൻസ്. പിന്നെ അങ്ങനെ സ്ട്രോങ് റെസിസ്റ്റൻസ് ഒക്കെയാണ് നമുക്ക് കണ്ണും പൂട്ടി 3 ടാർഗറ്റിലേക്ക് എൻട്രി ചെയ്യാം. അത് 3ഉം അടിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് സ്റ്റോക്ക് മാർക്കറ്റിൽ. അത് ഇതേ മെത്തേഡാണ് നിങ്ങൾ ഓപ്ഷൻ അപ്ലൈ ചെയ്യേണ്ടത്. ഫോറക്സ് മാർക്കറ്റിലെ കാര്യങ്ങൾ പറഞ്ഞില്ല. എന്താ ഗോൾഡിൻ്റെയും AUD JPയുടെയും പെർഫോമൻസ് കാണിച്ചില്ല. ഗോൾഡിനാണെങ്കിൽ ഇപ്പം ഒരു സെൽസിക്കിൽ വന്നിട്ടുണ്ട്. രാവിലെ ഒരു ബൈ ട്രെൻഡ് ഉണ്ടായിരുന്നു മാർക്കറ്റിൽ. അപ്രോക്സിമേറ്റ് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ പോയിന്റ് രാവിലെ അടിച്ചിട്ടുണ്ട്. നമുക്ക് അപ്രോക്സിമേറ്റ് 1990 നമ്മൾ മാർക്കറ്റ് കയറിയിട്ട് 2000 വരെ ഒരു 10 പോയിന്റ് കയറിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് സെല്ല് വന്നു. സെല്ല് കൺഫേം ആയി വരുന്നു. നമുക്ക് എടുക്കാൻ പറ്റുന്നൊരു സമയമായിട്ടുണ്ട്. കാരണം ഓൾറെഡി നോക്കുകയാണെങ്കിൽ സിഗ്നൽ കൺഫർമേഷൻ പ്രകാരം ക്യാൻഡിൽ കളർ റെഡ് ആയിട്ടുണ്ട്. താഴെ റെഡ് സെൽ സോണും വന്നിട്ടുണ്ട്. അപ്പം ധൈര്യമായിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, അതേപോലെ തന്നെ AUD JPY ഇന്ന് ടോട്ടൽ സെല്ലായിരുന്നു. 10 മണിക്ക് സെല്ല് 89.67 എന്ന് സെല്ല് പറഞ്ഞ ശേഷം 3 ടാർഗറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പ്രോഫിറ്റ് ലെവലിലേക്ക് 43 പോയിന്റ്സ് നമ്മൾ എത്തിയിട്ടുണ്ട്. കാരണം എന്തെങ്കിലും മാർക്കറ്റ് റിവേഴ്സ് പോകുന്ന ചാൻസ് ഉണ്ടെങ്കിൽ അവിടെ സൈഡ് വേസ് തരും. സൈഡ് വേസ് വരുന്നത് വരെ നമുക്ക് ഈ പൊസിഷൻ ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതോടൊപ്പം നമുക്ക് ആക്ച്വലി ക്രൂഡ് ഓയിലിന് ഇന്നത്തെ ചാർട്ട് കാണിച്ചു തരാം. ഇന്നത്തെ പെർഫോമൻസ് ഇപ്പം ഒരു സെല്ല് അപ്രോക്സിമേറ്റ് 3 മണിക്ക് വന്നതാണ്. 3 മണിക്ക് വന്ന സെല്ല് പ്രകാരം നോക്കുകയാണെങ്കിൽ 6441 അതായത് ആക്ച്വലി എൻട്രി പോയിന്റും 3 ടാർഗറ്റും തന്നിട്ടുണ്ട്. 15 മിനിറ്റ് ടൈം ഫ്രെയിമാണ് കമ്മോഡിറ്റിയിൽ വെക്കേണ്ടത്. അതേപോലെ ഫോറക്സിലാണെങ്കിൽ ഞാൻ കാണിച്ച 30 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമാണ്. 30 മിനിറ്റ്സ് ആണ് നമുക്ക് ആക്ച്വലി ഫോറക്സിൽ വെക്കേണ്ടത്. ഏത് ഫോറക്സ് ആണെങ്കിലും 30 മിനിറ്റ്സ് 1 അവർ ഇത് 2 ചാർട്ട് ഫോളോ ചെയ്താൽ മതി. അതേപോലെ തന്നെ കമ്മോഡിറ്റി മാർക്കറ്റാണ് 15 മിനിറ്റ്. കമ്മോഡിറ്റി മാർക്കറ്റിൻ്റെ ക്രൂഡ് ഓയിലിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പോഴത്തെ കുറച്ച് മുമ്പ് സെല്ല് വന്നിട്ടുണ്ട് അപ്രോക്സിമേറ്റ് 3 മണിക്ക്. അപ്പം 3 ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. കൺഫേം ആയി വരുന്നു. ക്യാൻഡിൽ കളർ റെഡിലേക്ക് വന്നിട്ടുണ്ട്, താഴെ റെഡിലേക്ക് വന്നിട്ടുണ്ട്. 2 കൺഫർമേഷൻ നമ്മുടെ സോഫ്റ്റ്വെയർ ലെവൽ പ്രകാരം നോക്കുമ്പോൾ ഓക്കെയാണ്. 3ാമത്തെ ലെവലിൽ നോ സോൺ ഡിക്റ്റേറ്റിന് മാറി പ്രസന്റ് സെൽ സോണിലേക്ക് വരണം എന്നാൽ നമുക്ക് സിഗ്നൽ കൺഫേംഡ് ആണ്. അപ്പോൾ ഇതൊരു ഹൈക്കിൽ അടിച്ചിറങ്ങിയതുകൊണ്ട് നമ്മൾ സപ്പോർട്ടും കൂടെ ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രമേ എടുക്കുകയുള്ളൂ, അല്ലാതെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ചിലപ്പോൾ തിരിഞ്ഞ് കയറിയിട്ടായിരിക്കും നമുക്ക് പിന്നെ കൺഫർമേഷൻ തരുന്നത്. അപ്പോൾ വെറുതെ ഒരു SL ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പ്രോപ്പർ ബ്രേക്ക്ഔട്ടിന് ശേഷം മാത്രം സിഗ്നൽ പിക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതേ മെത്തേഡ് നമുക്ക് ഏത് മാർക്കറ്റിൽ അപ്ലൈ ചെയ്യാം. നമ്മുടെ സോഫ്റ്റ്വെയർ എല്ലാ മാർക്കറ്റും സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇതിനൊരു ലൈവ് ഡെമോൺസ്ട്രേഷൻ നിങ്ങൾക്ക് കിട്ടും. കൂടുതൽ ഡീറ്റെയിൽസിനോട് വിളിച്ചാലും മതി. സീമ കൃഷ്ണ 8139039994. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.